ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു 4 മണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അതിനായിട്ട് ഒരു ക്യാരറ്റും ഒരു കുക്കുംബറും ഗ്രേറ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കുംബറിലെ വെള്ളമൊക്കെ ഇറങ്ങി വരണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് വേണ്ടത് സീസണിങ്സ് ആണ്. ആവശ്യമുള്ള സീസണിങ്സ്, ക്രഷ്ഡ് ചില്ലി, ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള ക്രഷ്ഡ് ചില്ലീസ്. പിന്നെ വേണ്ടത് പെപ്പർ പൗഡർ ആണ്. അതും നിങ്ങൾ എരിവിന് പാകത്തിന് ഇട്ട് കൊടുക്കാം. എന്താ, പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഉപ്പിന്റെ ഭരണി ഒന്ന് മാറ്റി വെക്കാം. വേണ്ട, നമുക്ക് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീറ്റ് ഫ്ലോർ ആണ്, നമ്മുടെ ആട്ടപ്പൊടി. ഓർ വീട്ടിൽ പൊടിച്ചു വെച്ച ഗോതമ്പ് പൊടി ആയാലും നമുക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം കുക്കുംബറിന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. പിന്നെ നമ്മൾ മുട്ടയും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നവരെ നമുക്ക് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതും നന്നായിരിക്കും. ഓക്കെ, മിക്സായി വന്നിട്ടുണ്ട്. നല്ല പാകം കൺസിസ്റ്റൻസിയും ആയിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ബാറ്റർ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ചെറിയ സൈസിൽ വേണം നമ്മളിത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ കുറച്ച് വലിയ സൈസായിപ്പോയി, സോ വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുത്തു. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈം മറിച്ചിടുമ്പോൾ നമ്മളൊരു 30 സെക്കൻഡ്, ഏകദേശം 30 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. ഒരു സൈഡ് നല്ല യെല്ലോ കളറായിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം ഒരു ഏകദേശം വേവ് ആകുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ നമുക്കത് കറക്റ്റ് വേവായിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയാലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഡിഷിനെ നമുക്ക് ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Bye guys. See you again in the next video with a new recipe.